ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നവരാണ് അധ്യാപകർ. അവർ നമ്മെ പഠിപ്പിക്കുന്നത് അക്ഷരങ്ങളും സംഖ്യകളും മാത്രമല്ല, ജീവിതമെന്ന പാഠപുസ്തകത്തിലെ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങളുമാണ്. നമുക്കൊക്കെ ഇങ്ങനെ ഏറെ ഇഷ്ടപ്പെട്ട, വളരെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാകുമല്ലേ? ജീവിതത്തിൽ വെളിച്ചം പകർന്നവർ, വീഴ്ചകളിൽ കരം പിടിച്ചവർ, ആത്മവിശ്വാസവും കരുത്തും നൽകിയവർ. പാലക്കാട് മലമ്പുഴയിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനിൽ എന്ന യുവ അധ്യാപകനും പ്രിയപ്പെട്ടവനായിരുന്നു. കുട്ടികൾക്ക് അയാൾ ഇടയ്ക്ക് സമ്മാനങ്ങളൊക്കെ നൽകും, വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി വിരുന്നൊരുക്കും. എന്നാൽ അതിനു പിന്നിൽ അയാൾക്ക് ഒരു ദുരുദ്ദേശമുണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഒരാൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, പിന്നാലെ പരാതിയും കേസും അറസ്റ്റും. ഒന്നല്ല, നിരവധി കുട്ടികളാണ് അനിൽ സാറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതോടൊപ്പം തിരുവനന്തപുരം തുമ്പ സെൻറ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയ അധ്യാപകനെക്കുറിച്ചുള്ള കഥകളും പുറത്തു വരുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവർ, അറിവിലേക്ക് വെളിച്ചം വീശിയവർ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലേറെ സ്വാധീനം ചെലുത്തുന്നവരാണ് അധ്യാപകർ. എന്നാൽ പാലക്കാട് മലമ്പുഴയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയും സ്വപ്നവും തകർത്ത ഒരു അധ്യാപകനുണ്ട്. വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ അധ്യാപകനെതിരെ സ്കൂളിലെ കൂടുതൽ കുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അധ്യാപകൻ മോശമായി പെരുമാറിയെന്ന് കൗൺസിലിങ്ങിനിടെയാണ് 5 വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞത്. സ്കൂളിൽ വെച്ചും അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ചും പീഡിപ്പിച്ചെന്നാണ് പരാതി. അധ്യാപകൻ്റെ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്നും മൊഴിയിലുണ്ട്. ഇതോടെ അറസ്റ്റിലായ കൊല്ലങ്കോട് സ്വദേശി അനിലിനെതിരെ മലമ്പുഴ പോലീസ് 5 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൗൺസിലിംഗ് നൽകുന്നതിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. സംസ്കൃത അധ്യാപകൻ അനിൽ കുട്ടികളെ സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ചതായി UP വിഭാഗത്തിലെ ആൺകുട്ടികൾ മൊഴി നൽകി. ചില കുട്ടികളെ അധ്യാപകൻ താമസിക്കുന്ന സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചെന്നും അധ്യാപകന്റെ ഫോണിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുണ്ടെന്നും മൊഴിയിലുണ്ട്. 5 കുട്ടികൾ മലമ്പുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇതോടെ അറസ്റ്റിലായ കൊല്ലങ്കോട് സ്വദേശി അനിലിനെതിരെ മലമ്പുഴ പോലീസ് 5 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. CWCയുടെ റിപ്പോർട്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആദ്യഘട്ടത്തിൽ കൗൺസിലിംഗ് നൽകിയ വിദ്യാർത്ഥികളാണ് സമാന ദുരനുഭവം നേരിട്ടതായി മൊഴി നൽകിയത്. അടുത്ത ദിവസങ്ങളിലായി കൂടുതൽ കുട്ടികളെ CWC കൗൺസിലിംഗിന് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്കൂൾ കായിക മത്സരത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അധ്യാപകൻ വിരുന്നൊരുക്കിയിരുന്നു. ഇതിൽ എത്താതിരുന്ന കുട്ടിയെ തന്റെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി ഇക്കാര്യം സഹപാഠിയോട് പറഞ്ഞതിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. കേസിനെ കുറിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതിന് സ്കൂൾ മാനേജരെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് AEO വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. നിനക്ക് ആർത്തവമാണോ എന്നറിയാൻ വസ്ത്രം ഊരി നോക്കാൻ കഴിയില്ലല്ലോ. ഒരു അധ്യാപകൻ കോളേജിലെ വിദ്യാർത്ഥികളോട് ചോദിച്ച ചോദ്യമാണിത്. NSS ക്യാമ്പിനിടെയാണ് തിരുവനന്തപുരം തുമ്പ സെൻറ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപകൻ രമേശ് പെൺകുട്ടികളോട് അശ്ലീല പരാമർശം നടത്തിയത്. ക്യാമ്പിൻ്റെ ഭാഗമായി നടന്ന മത്സരങ്ങളിൽ ചില വിദ്യാർത്ഥിനികൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോഴായിരുന്നു വിവാദ പരാമർശം. സംഭവത്തിൽ വിദ്യാർത്ഥിനികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെ അധ്യാപകൻ അവധിയിൽ പ്രവേശിച്ചു. അധ്യാപകനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം.
തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി രമേശിനെതിരെയാണ് ഗുരുതര പരാതിയുമായി വിദ്യാർത്ഥിനികൾ രംഗത്തെത്തിയത്. വിദ്യാർത്ഥിനികളുടെ ആർത്തവത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് പ്രിൻസിപ്പലിന് 14ഓളം കുട്ടികൾ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ കോളേജ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപകൻ അവധിയിൽ പ്രവേശിച്ചത്. പ്രശ്നത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി ലഭിച്ചിരുന്നു. മാപ്പ് പറയണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യവും അധ്യാപകൻ അംഗീകരിച്ചിരുന്നില്ല. ഇതാണ് പ്രതിഷേധം ശക്തമാക്കിയത്. പട്ടം സെന്റ് മേരീസിൽ നടന്ന 7 ദിവസത്തെ NSS ക്യാമ്പിനിടെ അധ്യാപകൻ വിദ്യാർത്ഥികളെ അപമാനിച്ചുവെന്നാണ് പരാതി. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ചില മത്സരങ്ങളിൽ ചില വിദ്യാർത്ഥിനികൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അധ്യാപകൻ അശ്ലീല പരാമർശം നടത്തിയത്. ചില വിദ്യാർത്ഥിനികൾ ആർത്തവത്തിന്റെ പേരിൽ മാറി നിൽക്കുന്നു, ആർത്തവമാണെന്നറിയാൻ വസ്ത്രം ഊരി നോക്കാൻ കഴിയില്ലല്ലോ, ആത്മാഭിമാനമില്ലാത്ത നിലയ്ക്ക് പോയി ചത്തുകൂടെയെന്നും അധ്യാപകൻ ചോദിച്ചതായി വിദ്യാർത്ഥിനികൾ പരാതിയിൽ പറയുന്നു. അധ്യാപകനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതാക്കൾക്കെതിരെ ലൈംഗികാരോപണ പരാതികൾ ഉയർന്നാൽ പോലീസും കോടതിയും ഒന്നും അന്വേഷിക്കേണ്ട, അതിന് ഞങ്ങൾക്കിവിടെ പാർട്ടി കോടതിയുണ്ട്. പോലീസിലേക്ക് പരാതി പോകുന്നതിന് മുൻപ് ആദ്യം പാർട്ടി അന്വേഷിക്കും. കുറ്റക്കാരനാണെങ്കിൽ തൽക്കാലത്തേക്കൊരു പുറത്താക്കൽ. കാസർഗോഡ് കുമ്പളയിലെ CPM നേതാവിനെതിരായ ലൈംഗിക അതിക്രമ പരാതി അന്വേഷിക്കുന്നതിന് CPM 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അതിന് മുന്നോടിയായി മുൻ കുമ്പള ഏരിയ സെക്രട്ടറി സുധാകരനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പ്രധാനപ്പെട്ട നേതാവിനെതിരെ ലൈംഗിക പരാതി ഉയർന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. CPM മുൻ കുമ്പള ഏരിയ സെക്രട്ടറി സുധാകരനെതിരെ പാർട്ടി പ്രവർത്തകയും ഭർത്തൃമതിയുമായ 45-കാരിയായ വീട്ടമ്മയാണ് ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തെത്തിയത്. ക്ലിപ്പിംഗ് ഉൾപ്പെടെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. വർഷങ്ങളായി ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പരാതിയിൽ പറയുന്നു. തന്നെ മാത്രമല്ല തന്റെ കുടുംബത്തെയും ഇയാൾ ഭീഷണിപ്പെടുത്തി വരികയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. CPM നേതാക്കൾ ഇടപെട്ടതിനാൽ കേസെടുക്കാനോ അന്വേഷണം ആരംഭിക്കാനോ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പരാതിയിൽ ആരോപിക്കുന്നു. കുമ്പളയ്ക്ക് സമീപത്തെ പഞ്ചായത്തിൽ പുതുതായി CPM ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കെതിരായ പരാതിയായതിനാലാണ് നടപടി വൈകുന്നതെന്നും വീട്ടമ്മ ചൂണ്ടിക്കാട്ടുന്നു. എന്റെ മുമ്പത്തെ ഭർത്താവ് വിട്ടുപോയ സമയത്ത് എന്നെ കുറെ നല്ലോണം ഉപദ്രവിച്ചു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇവരെ കല്യാണം കഴിച്ച ശേഷം അയാൾ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചില്ല പറഞ്ഞിട്ട് ഇവരെ പേടിപ്പിക്കാൻ തുടങ്ങി. അയാൾ വണ്ടിയിൽ വരുമ്പോ ഇങ്ങനെ കാത്തിരുന്നിട്ട് ഇവരെ സൈഡിലേക്ക് വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെയെല്ലാം പേടിപ്പിക്കാൻ തുടങ്ങി. ഈ കംപ്ലൈന്റ് കൊടുത്ത ശേഷം എനിക്ക് ഒരു മറുപടി അങ്ങനത്തെ എനിക്ക് കിട്ടില്ല. പോലീസ് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പോലീസ് എങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ അണ്ടറിലുണ്ട് പറഞ്ഞു, പോലീസ് എല്ലാം എന്റെ കൈവശമുണ്ട് പറഞ്ഞു. അതേപോലെ പോലീസ് എന്നെ വിളിച്ചിട്ട് 2 പ്രാവശ്യം പോലീസ് എഴുതിയെടുത്തു. പക്ഷെ അവനെ വിളിച്ചിട്ട് ഒന്നും ചെയ്തിനോ ഇല്ല, ചോദിച്ചിനോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. സംഭവം വിവാദമായതോടെ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ആരോപണം അന്വേഷിക്കാൻ കുമ്പള ഏരിയ കമ്മിറ്റിയിലെ 3 നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി. കുമ്പള ഇച്ചിലങ്കോട് LP സ്കൂളിലെ അധ്യാപകനായ സുധാകരൻ എൻമകജെ പഞ്ചായത്ത് മെമ്പറുമാണ്. പാർട്ടിയുടെ പ്രധാന പദവി വഹിച്ച മുതിർന്ന നേതാവ് കൂടിയായ സുധാകരനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗികാതിക്രമ പരാതി പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത വേളയിൽ പ്രധാന നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ പാർട്ടി തലത്തിലെ അന്വേഷണത്തിന് ശേഷം പരസ്യ പ്രതികരണം നടത്തുവാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ന്യൂസ് 18 കാസർഗോഡ്. നിങ്ങളുടെ വീടിന് സമീപത്ത് ലഹരി മാഫിയ താവളമടിച്ചിട്ടുണ്ടോ? അവിടെ മയക്കുമരുന്ന് ഇടപാടുകളും ഉപയോഗവും നടക്കുന്നുണ്ടോ? കൺമുന്നിൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ ഇടപാടുകൾ നടന്നാൽ പ്രതികരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ കാലം മാറി. പഴയതുപോലെ പ്രതികരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരൽപ്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. തൃശ്ശൂർ ചൊവ്വന്നൂരിലെ മിഥുൻ എന്ന ചെറുപ്പക്കാരൻ ലഹരി വിൽപ്പന ചോദ്യം ചെയ്തു. പിന്നീട് രാത്രിയിൽ മിഥുൻ്റെ വീട് കയറി ലഹരി മാഫിയയുടെ ആക്രമണം. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം ഭീതി പരത്തിയ ശേഷം ജനൽച്ചില്ലുകൾ അടിച്ചു തകർത്തു. വീട്ടുകാർക്ക് നേരെയും ആക്രമണമുണ്ടായി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ സമുദ്രനഗറിൽ രാത്രി 11 മണിയോടെയാണ് ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടായത്. സംഘടിച്ചെത്തിയ ക്രിമിനൽ സംഘങ്ങൾ ഭീതി പരത്തിയ ശേഷം മിനിയുടെ വീടിന്റെ ജനൽച്ചില്ലുകൾ തകർത്തു. കുടുംബത്തിനെതിരെ കൊലവിളി നടത്തിയ സംഘം പുലർച്ചെ 3 മണിയോടെ വീണ്ടും എത്തി. പിന്നെയും ഭീഷണിയും ആക്രമണവും. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു. വീട്ടുകാർക്ക് നേരെയും ആക്രമണമുണ്ടായി. 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സമുദ്രനഗറിലെ ആളൊഴിഞ്ഞ പറമ്പ് കേന്ദ്രീകരിച്ച് അപരിചിതരായ യുവാക്കൾ ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നത് മിനിയുടെ മകൻ മിഥുൻ വൈകിട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രാത്രി 11 മണിയോടെ 2 ബൈക്കുകളിലായി എത്തിയ 4 അംഗ സംഘം കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി വീടിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയവർ ക്രിമിനൽ സംഘങ്ങളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തൃശൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ പരാമർശിച്ച ആ ദൈവതുല്യൻ ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരിലേക്ക് അന്വേഷണം എത്തിയതും അറസ്റ്റുണ്ടായതും അതിവേഗത്തിലാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ ഏറ്റവും നിർണായക നീക്കമായാണ് തന്ത്രിയുടെ അറസ്റ്റ് വിലയിരുത്തപ്പെടുന്നത്. അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായി കണക്കാക്കപ്പെടുന്ന തന്ത്രി തന്നെ വൻ കൊള്ളയുടെ ഭാഗമായി പ്രതിപ്പട്ടികയിൽ വരുന്നത് ഈ കേസിനെ കൂടുതൽ ഗൗരവതരമാക്കുന്നു. അതേസമയം കേസിൽ താൻ നിരപരാധിയെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ പ്രതികരിച്ചു. പുലർച്ചെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി തന്ത്രിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷം ഈഞ്ചക്കലിലെ SIT ഓഫീസിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവരിന് അടുപ്പമുണ്ടായിരുന്നെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നാണ് സൂചന. തന്ത്രിക്ക് പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്നെന്ന് മറ്റു പ്രതികൾ മൊഴി നൽകിയിരുന്നതായും വിവരമുണ്ട്. കേസിൽ താൻ നിരപരാധിയെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു തന്ത്രിയുടെ പ്രതികരണം. താങ്കൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി.
ആരെങ്കിലും കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാതെ തന്ത്രി കാറിലേക്ക് കയറുകയായിരുന്നു. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിളപ്പാളി, പ്രഭാമണ്ഡലം, കൊടിമരത്തിനു മുകളിലുള്ള വാജിവാഹനം, അഷ്ടദിക്പാലകർ, ദ്വാരപാലക ശില്പത്തിന്റെ പാളി തുടങ്ങിയിടങ്ങളിൽ നിന്നെല്ലാം വലിയ തോതിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് SITയുടെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും മറ്റും പണിക്കായി ഇളക്കണമെങ്കിൽ തന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമാണ്. തന്ത്രിയുടെ കൈകൊണ്ട് വേണം ആദ്യം ഇവ ഇളക്കാൻ. പിന്നീടത് ഇതുമായി ബന്ധപ്പെട്ട പണിക്കാർ ജോലി പൂർത്തിയാക്കുകയാണ് ചെയ്യുക. ദ്വാരപാലക ശില്പങ്ങളും മറ്റും അറ്റകുറ്റപ്പണി ചെയ്യാൻ അനുമതി ചോദിച്ചപ്പോൾ നൽകിയിരുന്നെന്നും എന്നാൽ ഇവ അറ്റകുറ്റപ്പണിക്കായി ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ലെന്നുമായിരുന്നു നേരത്തെ തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ കേസിൽ മുമ്പ് അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി ഇവ പുറത്തു കൊണ്ടുപോകുന്ന വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന നിർണായക മൊഴി SITക്ക് ലഭിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അറസ്റ്റിലായവരുടെ കൂട്ടത്തിലേക്കാണ് താഴമൺ കുടുംബത്തിലെ പ്രധാനിയും അയ്യപ്പന്റെ പിതൃസ്ഥാനീയനുമായിട്ടുള്ള വ്യക്തി വരുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതിൽ തന്ത്രിക്ക് പങ്കുള്ളതായാണ് SITയുടെ കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല തന്ത്രി കുടുംബം നാണക്കേടിൻ്റെ പടുകുടിയിൽ വീഴുന്നത് ഇതാദ്യമല്ല. ചെങ്ങന്നൂർ താഴമൺ മഠത്തിൻ്റെ മുഴുവൻ സൽപ്പേരും ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ സംഭവമുണ്ടായത് 2 പതിറ്റാണ്ട് മുൻപാണ്. ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര്യരുടെ പിതൃ സഹോദരനും അന്നത്തെ ശബരിമല വലിയ തന്ത്രിയുമായ കണ്ഠരര് മഹേശ്വരരുടെ മകൻ കണ്ഠരര് മോഹനരാണ് അന്ന് കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കിയത്. കേരളത്തിലെ ആദ്യ വനിതാ ഗുണ്ട എന്നറിയപ്പെടുന്ന ശോഭാ ജോണും സംഘവും മോഹനരെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയത് പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. തന്ത്രി ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് പിൽക്കാലത്ത് കോടതി കണ്ടെത്തിയെങ്കിലും മോഹനർക്കുണ്ടായ ചീത്തപ്പേര് അതുകൊണ്ടൊന്നും മാറുന്നതായിരുന്നില്ല. തന്ത്രി കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സംഭവമുണ്ടായത് 2006-ലാണ്. ആ വർഷം ജൂലൈ 23-ന് മോഹനര് കൊച്ചിയിലെ ശോഭയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിൽ അണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നതായിരുന്നു കേസ്. തുടർന്ന് ശാന്ത എന്ന സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസുകളുള്ള ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് 2012-ൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളായ ശോഭാ ജോൺ, ബെച്ചു റഹ്മാൻ, കെ പനി, അബ്ദുൾ സത്താർ, മജീദ്, ഷെരീഫ് എന്നിവർക്ക് 7 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. അബ്ദുൾ സഹദ്, അസീസ്, ബിജി പീറ്റർ എന്നീ പ്രതികളെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭാ ജോണും ബെച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് 3 തവണ തന്ത്രി മോഹനര് ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരിയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നായിരുന്നു തന്ത്രിയുടെ വാദം. ശാന്ത ഏർപ്പാടാക്കിയ വേലക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭാ ജോൺ 4-ാം പ്രതി ബെച്ചു റഹ്മാനും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് പോലീസും കണ്ടെത്തിയത്. തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അന്ന് അംഗീകരിക്കുകയുമുണ്ടായി. എന്നാൽ വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ബ്ലേഡ് മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം നിരവധി കേസുകൾ പ്രതിയായ ശോഭാ ജോണുമായുള്ള തന്ത്രിയുടെ ബന്ധം കേസിന്റെ പല ഘട്ടങ്ങളിലും വലിയ സംശയങ്ങൾ ഉയർത്തിയിരുന്നു.
ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം കാണുന്ന തന്ത്രിയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു. 2007 ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ തന്ത്രി മോഹനരോട് മന്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചതും മാധ്യമവാർത്തകൾ നിറഞ്ഞ സംഭവമാണ്. മോഹനരുവിനെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. പിന്നീട് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ബോർഡ് നിലപാട് മാറ്റിയത്. താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച് മോഹനരുവിനെതിരെ 2019 അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. ശബരിമല വലിയ തന്ത്രിയായിരുന്ന ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴ്മൺമഠത്തിലെ കണ്ഠരര് മഹേശ്വരരുവിന്റെ മൂത്ത മകനാണ് കണ്ഠരര് മോഹനര്. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഇദ്ദേഹത്തിന്റെ മകനും രാഹുൽ ഈശ്വർ സഹോദരീപുത്രനുമാണ്. കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ മോഹനരുവിന് പിന്നാലെ ഭക്തരുടെ മനസ്സിലെ മറ്റൊരു വിഗ്രഹം കൂടിയാണ് തകരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളും എത്തുകയാണ്. കേസിലെ കള്ളപ്പണ ഇടപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. PMLA വകുപ്പ് ചുമത്തി ED ECIR രജിസ്റ്റർ ചെയ്തു. ഇതോടെ നിലവിൽ കേസിൽ ഉൾപ്പെട്ട എല്ലാവരും ED കേസിലും പ്രതികളാകും. EDയുടെ കൊച്ചിയിലെ സോണൽ ഓഫീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ED കേസെടുത്തിരിക്കുന്നത്. ED ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. എങ്കിലും ഒറ്റ കേസായിട്ടായിരിക്കും അന്വേഷണം നടക്കുക. കേസിൽ പ്രതികളായിട്ടുള്ളവരുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യുന്ന തലത്തിലേക്കായിരിക്കും ED നടപടികൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED അന്വേഷണം തുടങ്ങുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ നൽകിയിരുന്നില്ല. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് പ്രകാരമാണ് ED കേസെടുത്തിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ കേസിന് പുതിയ മാനം കൈവന്നിരിക്കുന്ന സാഹചര്യത്തിൽ ED അന്വേഷണവും നിർണായകമാകും. സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊച്ചി. കുട്ടികളെ കാണുമ്പോൾ വലിയ വാത്സല്യമുള്ളവരാണ് നമ്മളൊക്കെ. അവരുടെ കുസൃതികളും ചിരിയുമെല്ലാം മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. എന്നാൽ മനസ്സിൽ ക്രൂരത നിറഞ്ഞ ചില മനുഷ്യരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ദയ കാണിക്കാത്ത സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് 5 വയസ്സുള്ള കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് രണ്ടാനമ്മ കാട്ടിയ ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഉള്ളുപിടയും. അംഗനവാടി ടീച്ചറാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തെ പൊള്ളലേറ്റത് ആദ്യം കണ്ടത്. സംഭവത്തിൽ കഞ്ചിക്കോട് താമസിക്കുന്ന നേപ്പാൾ സ്വദേശിനി നൂർ നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 2-നാണ് 5 വയസ്സുള്ള കുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തുവരുന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പൊള്ളലേറ്റത് അംഗനവാടി അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടി ഇരിക്കാനാവാതെ പ്രയാസപ്പെടുന്നത് കണ്ട് അധ്യാപിക വിവരമന്വേഷിച്ചപ്പോഴാണ് രണ്ടാനമ്മ പൊള്ളലേൽപ്പിച്ചെന്ന് കുട്ടി പറഞ്ഞത്. ഇതോടെ കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റ കാര്യം അധ്യാപിക ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. ഇവർ നിരന്തരം കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത പോലീസ് പ്രതി നൂർ നാസർ എന്ന റൂബിയെ അറസ്റ്റ് ചെയ്തു. അമ്മ ചട്ടുകം ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കി ശരീരത്തിൽ വെക്കുകയായിരുന്നുവെന്ന് കുട്ടി മൊഴി നൽകി. നൂർ നാസറിന്റെ ഭർത്താവ് മുഹമ്മദ് ഇംതിയാസ് ബിഹാറുകാരനാണ്. കുടുംബം 5 മാസം മുൻപാണ് കഞ്ചിക്കോട് താമസമാക്കിയത്. ഇംതിയാസിന്റെ 2ാം വിവാഹമാണിത്. വളർത്തമ്മ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. സാരമായി പൊള്ളലേറ്റ കുഞ്ഞ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്.
ചില ആളുകളുണ്ട് വീട്ടിൽ അടിക്കടി ദുരന്തങ്ങളും രോഗങ്ങളും ഉണ്ടായാൽ അതിന് മറ്റുള്ളവരെ പഠിക്കും. അയൽവാസി കൂടോത്രം വെച്ചതാണ് വീട്ടിലെ പ്രശ്നത്തിന് കാരണമെന്ന് പറയും. ബീഹാറിലെ നവാഡ ജില്ലയിൽ മന്ത്രവാദം ചെയ്തെന്ന് ആരോപിച്ചാണ് ഒരു യുവതിയെ കൊലപ്പെടുത്തിയത്. കുട്ടിയുടെ അസുഖത്തിന് കാരണം അയൽവാസിയായ 35-കാരി എന്ന് പറഞ്ഞ് നാട്ടുകാർ സംഘടിച്ചെത്തി ആക്രമണം നടത്തുകയായിരുന്നു. ഇഷ്ടികയും കല്ലും ഇരുമ്പ് ദണ്ടുകളും കൊണ്ട് ആക്രമിച്ചാണ് കിരൺ ദേവിയെ കൊലപ്പെടുത്തിയത്. ഇവരുടെ ബന്ധുക്കളായ 2 സ്ത്രീകൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കിരൺ ദേവി മന്ത്രവാദം ചെയ്യുന്നുണ്ടെന്നും അത് കാരണം തങ്ങളുടെ കുട്ടിക്ക് അസുഖം ബാധിച്ചുവെന്നും ആരോപിച്ചാണ് അയൽവാസികൾ കിരൺ ദേവിയെ ക്രൂരമായി മർദ്ദിച്ചത്. മുകേഷ് ചൗധരി, മഹേന്ദ്ര ചൗധരി, നത്രൂ ചൗധരി, ശോഭാദേവി എന്നിവരാണ് യുവതിയെ ഇഷ്ടികയും കല്ലും ഇരുമ്പ് ദണ്ടുകളും കൊണ്ട് ആക്രമിച്ച് കൊന്നതെന്നാണ് പോലീസ് കേസ്. മുകേഷിന്റെ കുട്ടിക്ക് തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗം ബാധിച്ചിരുന്നു. ഇതിന് കാരണം കിരൺ ദേവിയാണ് എന്നാണ് അയൽവാസികൾ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നത്. കിരൺ ദുർമന്ത്രവാദിയാണെന്നും ദുരാചാരം ചെയ്യുന്നവളാണെന്നും ആരോപിച്ച് വ്യാഴാഴ്ച അയൽ വീട്ടുകാർ സംഘം ചേർന്നെത്തി കിരൺ ദേവിയെയും വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കിരൺ ദേവിയുടെ ഇളയ സഹോദരന്റെ ഭാര്യ ലളിതാ ദേവിക്കും മൂത്ത സഹോദരന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റു. तो कौन मारपीट किया? पहले हुई मारने लगा हम लोग के तक कोई बात नहीं मारा मुकेश। അതേസമയം ഗ്രാമത്തിലെ 2 കുടുംബങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ നവാഡ ജില്ലയിൽ ആദ്യമല്ല. 1.5 വർഷം മുമ്പ് രാജൌലിയിൽ ഒരു സ്ത്രീയെ ദുർമന്ത്രവാദിയെന്ന് മുദ്രകുത്തി ജീവനോടെ ദഹിപ്പിച്ചിരുന്നു. 2025 ഓഗസ്റ്റിൽ ഹിസുവ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാന കാരണത്താൽ ആൾക്കൂട്ടക്കൊല നടന്നു. ന്യൂസ് 18 ബീഹാർ. തിരുവനന്തപുരം കിളിമാനൂരിൽ അമിത വേഗത്തിലെത്തിയ ഥാർ ജീപ്പ് ബൈക്കിലിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ പുതുക്കേട് സ്വദേശിനി അംബികയാണ് മരിച്ചത്. നിർത്താതെ പോയ വാഹനത്തിൽ നിന്ന് ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തുമില്ല. വാഹനത്തിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചതായി പറയുന്നുണ്ടെങ്കിലും ഇതേപ്പറ്റിയും കൂടുതൽ അന്വേഷണം നടന്നില്ല. പ്രതികൾ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാണ് അപകടമുണ്ടാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കിളിമാനൂർ പാപ്പാലയിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതിമാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ ഥാർ ജീപ്പിലുള്ളവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. അപകടത്തിൽ മരിച്ച അംബികയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് സംസ്കരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് രജിത്ത് ഇപ്പോഴും ചികിത്സയിലാണ്. അമിത വേഗത്തിലെത്തിയ ജീപ്പ് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പായുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ കടക്കൽ സ്വദേശി അംബികയുടെ ശരീരത്തിലൂടെ ജീപ്പ് കയറി ഇറങ്ങിയതായി
ദൃക്സാക്ഷികൾ നടുക്കത്തോടെ ഓർക്കുന്നു. എന്നിട്ടും നിർത്താതെ പോയ വാഹനത്തിലെ ഒരാളെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയിരുന്നു. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇയാളിൽ നിന്ന് ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ഇരട്ടക്കുളത്ത് ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് ജീപ്പ് കണ്ടെത്തിയിരുന്നു. ജീപ്പിന്റെ ഉടമസ്ഥനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാഹനം വാടകയ്ക്കെടുത്തതാണോ അതോ ഉടമ തന്നെയാണോ ഓടിച്ചിരുന്നത് എന്ന കാര്യം പരിശോധിച്ചു വരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അപകട സമയത്ത് പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വാഹനം നിർത്താതെ അമിതവേഗത്തിൽ പോയതും വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ചതും ഈ സംശയം ബലപ്പെടുത്തുന്നു. കിളിമാനൂർ മുതൽ വാഹനം ഉപേക്ഷിച്ച അടയമൺ വരെയുള്ള റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് എടുക്കണം എന്നാണ് മരിച്ച അംബികയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമായി കുടുംബം ഉന്നത അധികാരികൾക്ക് പരാതി നൽകും. ന്യൂസ് 18 കിളിമാനൂർ. ഇടുക്കിയിൽ വാറ്റ് ചാരായവുമായി KSRTC കണ്ടക്ടർ പിടിയിലായ കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയെയും മൂന്നാർ ഡിപ്പോയിലെ കണ്ടക്ടറുമായ ഷിബുവിനെ നർക്കോട്ടിക് സംഘമാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും കണ്ടെടുത്ത ചാരായത്തിന്റെ ഉറവിടവും പരിശോധിക്കുന്നുണ്ട്. ഒന്നര ലിറ്റർ വാറ്റ് ചാരായവുമായാണ് KSRTC മൂന്നാർ ഡിപ്പോയിലെ കണ്ടക്ടർ പിടിയിലായത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയാണ് പിടിയിലായ കണ്ടക്ടർ ഷിബു. അടിമാലി ബസ് സ്റ്റാൻഡിൽ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബസ് കണ്ടക്ടറെ കസ്റ്റഡിയിൽ എടുത്തത്. മൂന്നാർ ഡിപ്പോയിലേക്ക് ഇയാൾ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നതിനിടെയാണ് അടിമാലിയിൽ വെച്ച് നാർക്കോട്ടിക് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അബ്കാരി ആക്ട് അനുസരിച്ച് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ GR ബിജു മാത്യുവും സംഘവും ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിയുടെ ആക്രമണം. MDMA കൈവശം വെച്ച കേസിലെ പ്രതിയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമാസക്തനായത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ 2 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. പോലീസിന് നേരെ ബോംബെറിഞ്ഞതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ആനയറ സ്വദേശി ആകാശ് കൃഷ്ണൻ. എക്സൈസ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ആനയറ ഭാഗത്ത് നിന്ന് 12 ഗ്രാം MDMAയും 25 ഗ്രാം കഞ്ചാവുമായി ആനയറ സ്വദേശി ആകാശ് കൃഷ്ണൻ പിടിയിലായത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. ആക്രമണത്തിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ആരോമൽ രാജൻ, ഗോകുൽ എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥനെ മുഖത്തും കൈയിലും മാരകമായി കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിലെ മറ്റുള്ളവർക്കായി വ്യാപക പരിശോധന നടത്തി വരികയാണെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ TR മുകേഷ് കുമാർ പറഞ്ഞു. പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ നിഷാദ്, പ്രിവന്റീവ് ഓഫീസർ മോൻസി, രഞ്ജിത്ത്, വിശാഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിനോജ്, ശരൺ, ശ്രീരാഗ്, അക്ഷയ്, അനന്തു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റജീന, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അശ്വിൻ എന്നിവരും പങ്കെടുത്തു.
ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്തു നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ സയ്യിദ് മുഹമ്മദ് ആദിലിന് IS ബന്ധമെന്ന് ATS. എറണാകുളം ATS കേന്ദ്രത്തിൽ ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. IS ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടത്തിയെന്നും കണ്ടെത്തി. 4 കടുവകളെ കൊന്നതടക്കം നിരവധി കേസുകളിലെ പ്രതി കർണാടകയിൽ പിടിയിൽ. മാരി വീരപ്പൻ എന്ന വിളിപ്പേരുള്ള ശിക്കാരി ഗോവിന്ദനെയാണ് കർണാടക വനം വകുപ്പ് പിടികൂടിയത്. ജീവിതമാണോ ജോലിയാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ജീവിക്കണമെങ്കിൽ ജോലി വേണം. എന്നാൽ അത് സമാധാനം തകർക്കുകയാണെങ്കിലോ? ഇക്കാലത്തെ നമ്മുടെയൊക്കെ പ്രശ്നം ജോലിയില്ലാത്തതല്ല, തൊഴിലിടത്തെ സമ്മർദ്ദമാണ്. അമിത ജോലിഭാരം, മേലുദ്യോഗസ്ഥരുടെ ചൂഷണം, ഇതൊക്കെ പലപ്പോഴും മനസ്സിനെ തളർത്താറുണ്ട്. ചില ഘട്ടങ്ങളിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോകും. നമ്മുടെ സമൂഹത്തിൽ ജോലി സമ്മർദ്ദം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പോലീസുകാരാണ്. തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയതാണ് ഒടുവിലത്തെ സംഭവം. അഞ്ചുതെങ്ങ് സ്റ്റേഷനിലെ ASI ഷിബുമോനെ വീട്ടിലെ കിടപ്പ് മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിൽ സമ്മർദ്ദമുണ്ടായാൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ആലോചിക്കണം. മരണം നഷ്ടപ്പെടലാണ്, വേദനയാണ്. നമ്മുടെ വൈകാരിക തീരുമാനങ്ങൾ ഒത്തിരി പേരെ സങ്കടപ്പെടുത്തുന്നു. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.